ചേരാനല്ലൂർ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ആഘോഷങ്ങൾ തുടങ്ങി. 1-ാം തീയതി വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ദിനത്തിൽ രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാളിന് കൊടിയേറി. ചേരാനല്ലൂർ സെന്റ് സേവിയേഴ്സ് ചർച്ച് വികാരി ഫാദർ തോമസ് പെരുമായൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ചേരാനല്ലൂർ ദേശത്തിന്റെ കാവൽക്കാരനായി വിശ്വാസികൾ ഹൃദയത്തിലേറ്റുന്ന ഇടവ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാൾ ദിനത്തിൽ രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാളിന് കൊടിയേറി. ചേരാനല്ലൂർ സെന്റ് സേവിയേഴ്സ് ചർച്ച് വികാരി ഫാദർ തോമസ് പെരുമായൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സ്നേഹമുള്ളവരെ, 1804 210 വർഷങ്ങൾക്ക് മുൻപ് മലയാറ്റൂർ മഹാ ഇടവകയിൽ നിന്ന് തിരിഞ്ഞ് ആരംഭം കുറിച്ച ചേരാനല്ലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ വിശുദ്ധൻ്റെ തിരുനാൾ പരിപാടികളിലേക്ക് ഇന്ന് കൊടിയേറ്റോടുകൂടി പ്രവേശിക്കുകയുണ്ടായി. ഡിസംബർ 1, 2, 3 തീയതികളിൽ ആഘോഷമായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുനാൾ ഇടവക സമൂഹം ആചരിക്കുകയാണ്. ഈ തിരുനാളിന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ. 1-ാം തീയതി തിരുനാൾ വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെ അമ്പ് തിരുനാളോടുകൂടി ആരംഭിക്കുന്നു. തിരുനാൾ ദിവസം രാവിലെ കൊടിയേറ്റ് കർമ്മം ഇന്ന് കഴിഞ്ഞുള്ളൂ. നാളെ 2-ാം തീയതി തിരുനാൾ ദിവസത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായിട്ടുള്ള പ്രദക്ഷിണമാണ് വളരെ സുപ്രധാനമായിട്ട് ഇവിടെ അറിയപ്പെടുക. ഏതാണ്ട് 200ഓളം സ്വർണ്ണക്കുരിശുകളും മുത്തുകുടകളും ഒക്കെ ഏന്തി വളരെ ത്യാഗപൂർവമായിട്ട് അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന മഹത്വപൂർണമായിട്ടുള്ള ഒരു വലിയ വിശ്വാസത്തിൻ്റെ പ്രഘോഷണ യാത്ര പ്രദക്ഷിണമാണ് ഈ തിരുനാളിൻ്റെ ഒരു വലിയ ആകർഷണമായിട്ട് ഇവിടെ കണ്ടുവരിക. തിരുനാൾ ദിവസത്തിൽ നാനാജാതി മതസ്ഥരായ മനുഷ്യർ ഈ പ്രദർശനത്തിൽ പങ്കുചേരുകയാണ്. ഒത്തിരിയേറെ ഭക്തിയോടെ വിശുദ്ധിയോടെ ത്യാഗപൂർവമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കുടകളും കുരിശുകളും കൊടികളുമൊക്കെ ഏന്തി ഭക്തി നിർഭരമായിട്ട് ജനങ്ങൾ ഈ തിരുനാൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്. തിരുനാൾ ദിവസം ഡിസംബർ 3-ാം തീയതി ചൊവ്വാഴ്ചയാണ്. രാവിലെ 9:30 ആഘോഷമായിട്ടുള്ള തിരുനാളിൻ്റെ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുകയാണ്. വൈകിട്ട് 4 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാളിൻ്റെ കൊടി ഇറക്കിക്കൊണ്ടാണ് തിരുനാൾ പരിപാടികൾക്ക് അവസാനം കുറിക്കുക. ഈ തിരുനാൾ എല്ലാവർക്കും അനുഗ്രഹദായകമാകട്ടെ, കൃപാപൂർണമാകട്ടെ, വിശുദ്ധൻ്റെ മാധ്യസ്ഥം എന്നും നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൺവീനർ ജോർജ് കൊഴുക്കട്ട, സെബാസ്റ്റ്യൻ ആലുക്ക, ബസാരി തൊട്ടങ്കര, ജോയ് പാലാട്ടി, ജെയിംസ് കൊഴുക്കട്ട, സജി പെരിയപ്പാടൻ എന്നിവരടക്കം നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നാനാജാതി മതസ്ഥരെയും എല്ലാവരെയും ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും വന്ന് പുണ്യവാളന്മാരുടെ അനുഗ്രഹം തേടി പോകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും മംഗളാശംസകൾ, തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും വിശുദ്ധൻ്റെ അനുഗ്രഹം നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് കുടുംബ യൂണിറ്റുകളിലേക്കും വൈകിട്ട് അങ്ങാടിയിൽ നിന്നും പള്ളിയിലേക്കും അമ്പ് പ്രദക്ഷിണമുണ്ടായിരുന്നു. ഇടവക ജനങ്ങളുടെ വസതിയിൽ നിന്നും പുറപ്പെട്ട അമ്പ് അങ്ങാടിയിലെത്തി ഒന്നു ചേർന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങിലും നൂറുകണക്കിന് വിശ്വാസികളാണ് അണിചേർന്നത്. ആഘോഷമായ പാട്ടുകുർബാന, പ്രസംഗം എന്നിവയ്ക്ക് കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോൺസൺ ജോസ് കക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. 2-ാം ദിനമായ തിങ്കളാഴ്ച വേസ്പര ദിനത്തിൽ രൂപമെഴുന്നള്ളിപ്പ്, ലതീഞ്ഞ്, ആഘോഷമായ പാട്ടുകുർബാന, അനുഗ്രഹദായകമായ പ്രദക്ഷിണം എന്നിവ നടന്നു. നെടുവന്നൂർ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ലിൻഡോ കാട്ടുപറമ്പിൽ, സാൻജോപുരം സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജെയിംസ് പനവേലിൽ എന്നിവർ പങ്കെടുത്തു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ അമ്മയുടെയും സംയുക്ത തിരുനാളാണ് ഡിസംബർ 1, 2, 3 തീയതികളിൽ ചേരാനല്ലൂർ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ഇടവകയിൽ നടക്കുന്നത്. മത്തായി 16:24 കൃത്യമായിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ കുരിശുമെടുത്ത് അനുഗമിക്കുവാനായിട്ട്. ഈ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണവും കുരിശുമെടുത്ത് 200-ലധികം സ്വർണ്ണ കുരിശുമെടുത്ത് വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് ഈ ഇടവകയിലെ നാനാജാതി മതസ്ഥർ ഇവിടെ എത്തിച്ചേരുമ്പോൾ നിങ്ങളെയും ഈ തിരുനാളിലേക്ക് ക്ഷണിക്കുകയാണ്. വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ ആത്മാവിന് രക്ഷ നേടിത്തരുവാനും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയുവാനുമായിട്ട് നമുക്കെല്ലാവർക്കും ഈ തിരുനാളിൽ ഭക്തിയോടുകൂടെ
സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാം. എല്ലാവർക്കും തിരുനാളിൻ്റെ ഒത്തിരി മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. തിരുനാൾ ദിനമായ ഡിസംബർ 3 ഫാദർ എബിൻ ചെറക്കൽ കാർമ്മികത്വം വഹിക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന ഉണ്ടാകും. ഫാദർ ജിനു പള്ളിപ്പാട്ട് പ്രഭാഷണം നടത്തും. പള്ളി ചുറ്റി പ്രദർശനം, കുർബാനയുടെ ആശീർവാദം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 4 മണിയോടെ രൂപമെടുത്തു വയ്ക്കൽ ഫാദർ ഷെൽബിൻ മാണിക്കത്താന്റെ കാർമ്മികത്വത്തിൽ നടക്കും. രാത്രി തിരുവനന്തപുരം മലയാള നാടകവേദി അവതരിപ്പിക്കുന്ന സ്വന്തം നാമധേയത്തിൽ എന്ന നാടകവും അരങ്ങേറും. സ്നേഹം നിറഞ്ഞ ഇടവകാംഗങ്ങളെ, നാട്ടുകാരെ, നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ നാനാജാതി മതസ്ഥർ ആഘോഷമായിട്ട് ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ. 1866 ചാവറയച്ചൻ മലയാറ്റൂർ സന്ദർശിച്ചതിന് ശേഷം രോഗബാധിതനായിട്ട് ചേരാനെല്ലൂർ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യം കിട്ടിയതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. ആ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് നമ്മുടെ ഇടവകയിലുണ്ട്. വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ഒത്തിരി അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മധ്യസ്ഥതയിലും രോഗശാന്തിയും അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. എല്ലാ ഇടവക ജനങ്ങൾക്കും നാട്ടുകാർക്കും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.